അസ്സലാമു അലൈക്കും. ഇവിടെ മിമ്പറിൻ്റെ കാര്യം ചോദിച്ചു. മിമ്പർ എന്ന് പറഞ്ഞത് എല്ലാ വിഷയത്തിലുമുള്ള ഇത്തിബാനാണ് അതിന് തെളിവ്. വത്തുസന്നു അലാ മിമ്പരിൻ ഔ മുർത്തഫിയൻ വയുസല്ലിമു അലാമൻ ഇൻദൽ മിമ്പരി വൻ യുഖ്ബില അലൈഹിം ഇദാ സഇദ വയുസല്ലിമു അലൈഹിം വയജ്ലിസ സുമ്മ യുഅദ്ദനു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കാണാം മിമ്പർ എന്ന് പറഞ്ഞാൽ വത്തുസന്നു അലാ മിമ്പരിൻ ലിത്തിബായി റവാഹു ഷെയ്ഖാനി ഓബി കസിരിൽ മീമി മഹൂദു മിനൻ നബർ ഓവൽ ഇർത്തിഫാവ്. മിമ്പർ എന്ന് പറഞ്ഞാൽ ഉയർന്നത്, എന്നതിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. വൈസന്നു അയ്യക്കൂനൽ മിമ്പറു അലാ യമീനിൽ മെഹ്റാബി വൽ മുറാദ് ബിഹി യമീൻ മുസല്ലൽ ഇമാമി. ഇമാമിന് മുസല്ലയുടെ വലതുഭാഗത്താണ്. കാല റാഫി ആക്കഥ വുളിഅ മിമ്പറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാല സൈമരിയു വയംബഗി അൻ യകൂന ബൈനൽ മിമ്പരി വൽ ഖിബ്ലത്തി ഖദറു ദിറാഇൻ ഔ ദിറാഇനി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മിമ്പറിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്തുബു ഇലാ ജദഇൻ ഫലമ്മ ഇത്തഖദൽ മിമ്പറ തഹവ്വല ഇലൈഹി ഫഹന്നൽ ജദഉ ഫഅതാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽതസമഹു വഫീ റിവായത്തിൻ ഫമസഹഹു വഫീ ഉഖ്റാ ഫസമിഅനാ ലഹു മിസ്ല അസ്വാത്തിൽ ഇശാരി വകാന മിമ്പറുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം സലാസ ദറജൻ ഗൈരി ദറജത്തില്ലത്തി തുസമ്മൽ മിസ്തിറാഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മിമ്പർ 3 പടിയായിരുന്നു. അതല്ലാത്ത മിസ്തിറാഹ് എന്ന് പറയപ്പെടുന്ന ദറജ അല്ലാത്ത, ആ ഇരിക്കാൻ ഉപയോഗിക്കുന്ന സീറ്റല്ലാത്ത ബാക്കി പടികൾ 3. വിസ്തഹബ്ബൻ യഖിഫ അല ദറജത്തിലെത്തി തലീഹ. മിസ്തിറാഹിനോട് അടുത്തതായ ദർജയുടെ മേൽ നിൽക്കൽ സുന്നത്താക്കപ്പെടും. ആ ഇരിക്കുന്നതിൻ്റെ തൊട്ട് താഴെയുള്ള കമാക്കാന യഫ്അലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇൻ ഖീല ഇന്ന അബൂബക്കറിൻ നസല അൻ മൗഖിഫിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദറജത്തൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൗഖിഫിനെ തൊട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇറങ്ങിയല്ലോ ഒരു പടി. ഉമർ ദറജത്തിന് ഉഖറയായിട്ടും ഇണങ്ങി, ഉസ്മാൻ ദറജത്തിന് ഉഖറയായിട്ടും താഴത്തായി. സുമ്മ വഖഫ അലിയ്യൻ അലാ മൗഖിഫി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗഖിഫിൻ്റെ മേൽ നിന്നത് ആരായിരുന്നു? അലി റളിയല്ലാഹു അൻഹു. ഉജിബ ബി അന്ന ഫിഅല എന്താണ്? ബി അന്ന ഫിഅലഹും ബി അന്ന ഫിഅല ബഅദിഹിം ലൈസ ഹുജ്ജത്തൻ അലാ ബഅദിൻ വലിക്കുല്ലി മിൻഹും ഖസ്ദുൻ സഹീഹുൻ. ഓരോരുത്തർ ചെയ്തത് മറ്റവർക്ക് എതിരല്ല. ഓരോരുത്തർക്ക് അവരുടേതായ ഉദ്ദേശങ്ങളുണ്ടാവും. വൽ മുഖ്താർ മുവാഫഖത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഉമൂമിൽ അംരി ബിൽ ഇഖ്തിദാഇ ബിഹി. നാം ഇൻതാലൽ മിമ്പറു ഖാലൽ മാവർദി ഫഅല സാബിയത്തി. മിമ്പർ ദീർഘമായതാണെങ്കിൽ അതിൻ്റെ 7ാമത്തെ പടിയിലാണ് നിൽക്കേണ്ടത്. യായിലി അന്ന മർവാന ബിനുൽ ഹക്കം സാദ ഫി സമനി മുആവിയ അലൽ മിമ്പറിൽ അവലി 6 ദറജിൻ. മുആവിയയുടെ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ ഈ മർവാൻ ബിൻ ഹക്കം എന്ത് ചെയ്തു? മിമ്പറിന് 6 പടിയും കൂടി കൂട്ടി. ഫസാറ അദദു ദർജത്തിൻ തിസ്അതൻ ദറജിഹി തിസ്അതൻ. അപ്പോൾ അതിൻ്റെ പടി 9 പടി. റസൂലുള്ളാഹിൻ്റെ കാലത്ത് 3 പടി ഉണ്ടായത്, അത് 6 കൂട്ടിപ്പോൾ 9ആയി. കാൽ ഖുലഫാഉ യഖിഫൂന അല ദറജത്തി സാബിഅ. ഖുലഫാക്കളൊക്കെയും 7ാം പടിയിൽ നിന്നിരുന്നു. വഹിയൽ ഔല മിനൽ അവലി. നേരത്തെ പറഞ്ഞതിനേക്കാളും നല്ലത് അവിടെ നിൽക്കലാണ്. അന്ന സിയാദത്ത കാനത്ത് മിൻ അസ്ഫലിഹി. കാരണം സിയാദത്ത് അതിൻ്റെ ഏറ്റവും താഴ്ന്ന പടിയിൽ നിന്നാണല്ലോ. ഏത്? ഈ 3ാമത്തെ. വല്ലാഹിറു കലാമി മന്ന ഫിഅൽ ഖുത്ബത്തിൽ മിമ്പരി മുസ്തഹബ്ബൻ ഇൻകാന മക്കത്ത. വല്ലാഹിറു കാര്യം വൈൻകാൽ സുബിക്കിയു അൽ ഖിത്താബത്തു ബി മക്ക അലാ മിമ്പരിൻ ബിദ്അത്തുൻ. സുബിക്കി ഇമാമൻ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. എന്ത്? മിമ്പറിൻ്റെ മേൽ മക്കയിൽ ചെയ്തിട്ടില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമ സുന്നത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കബത്തിനടന്ന് വാതിൽക്ക് കയറിയിട്ടായിരുന്നു എന്ന്. അതാണ് മൂപ്പര് പറയാനുള്ള കാരണം. ഇന്നമ സുന്നത്തു യഖ്തുബ അലൽ ബാബീൻ കമാ ഫഅല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഫത്ഹി. ഇന്നമാ അഹദസ അൽ മിമ്പറ ബി മക്കത്ത മുആവിയത്ത് ബിൻ അബി സുഫിയാൻ എന്നാണ് പറയുന്നത്. മുആവിയത്ത് ബിൻ അബി സുഫിയാനാണ് മക്കയിൽ ആദ്യമായിട്ട് മിമ്പർ ഉണ്ടാക്കിയത്.
വയുക്രഹു മിമ്പറും കബീറും യലീഖു മുസല്ലീന. നിസ്കരിക്കുന്നവരുടെ മേൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ വലിയ മിമ്പർ ഉണ്ടാക്കൽ കറാത്ത. വിസന്നു തയാമിന് ഫിൽ മിമ്പറിൽ വാസി. വിശാലമായ മിമ്പറാണെങ്കിൽ അത് അവിടെ വലത് ഭാഗം കൊണ്ട് എന്ത് ചെയ്യണം നോക്കണം, ഈ കയറുമ്പോഴേ ആ മിമ്പറിൻ്റെ വലത് ഭാഗത്ത്. ഓല മൗല് ഇൻ മുർത്തഫി എന്നാണ് പറഞ്ഞത്. അപ്പോൾ മിമ്പർ പൊതുവെ എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു സിസ്റ്റമാണ് ഇത്തിബാ. ആ ഇത്തിബാഴിൻ്റെ വിരുദ്ധമായതൊന്നും ശരിയല്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. പക്ഷേ എന്ത് പറയാൻ പറ്റും, ഇങ്ങനെ മെമ്പറില്ലെങ്കിൽ ഉയർന്ന സ്ഥലത്ത് നിൽക്കാന്നുള്ള ആ ഒരു സുന്നത്തും കിട്ടും, മറ്റേ മെമ്പറായാലും. അതാണ് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ കിട്ടുന്ന വിഷയം. ഇത് ഞാൻ വായിച്ചത് മോഹനിയുടെ ഇബാറത്താണ്. ഇതേ സെയിം കാര്യം തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, തുഹഫയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. അവിടെയും പറഞ്ഞിട്ടുണ്ട് ഈ വിഷയങ്ങളൊക്കെ. എന്താ പിന്നെ തുസനുൽ ഖുത്ബത്തു അലാ മിമ്പരിൻ ലൗഫി മക്കത്ത എന്ന് പറഞ്ഞിട്ട് ഖിലാഫൻ ലിമൻ ഖാല യഖ്തുബു അലാ ബാബിൽ കഅബത്തി വദാലിക ഇത്തിബാഇ വഖുത്ബത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ബാബിയ ബഅദൽ ഫത്തി ഇന്ന മഹ്വാലി തഅദ്ദുരി മിമ്പരിൻ ഹു സുമ്മ ഹീനൈദിൻ അലാ മിമ്പരിൻ സമ്മ ഹീനൈദിൻ തഅദ്ദുരി മിമ്പരിൻ സമ്മ ഹീനൈദിൻ വലിഹാദ ലമ്മ അഹദസഹു മുആവിയത്ത് സുമ്മ അജ്മഉ അലാ അദാൻ ജുമുഅത്ത്. അങ്ങനെ പോയിട്ട് പറയുന്നുണ്ട് എന്ത്, പിന്നെ മിമ്പറിനെ പറ്റി. വിസന്നു വളുഹു അലാ യമീനിൽ മെഹ്റാബി അയൽ മുസല്ല അലൈഹി കമാ അജ്മഉ ഫീഹി ഇതിൽ ഖായിദത്തു അന്ന കുല്ലമാ ഖാബലത്തുഹു യസാറുക യമീനുഹു വഅക്സുഹു വമിൻ സമ്മ അബ്ബറ ജംഉൻ ബിയസാരിൽ മെഹ്റാബി വകാന സ്വവാബു അന്ന ത്വായിഫ ബിൽ കഅബത്തി മുബ്തദിഉൻ മിൻ യമീനിഹാ ലാ യസാരിഹാ വമിമ്പറുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന സലാസ ദറജിൻ ഗൈറൽ മുസമ്മാത്തി ബിൽ മിസ്തറാഹി വിസന്നൽ വുഖൂഫ് അല്ലത്തി തലിഹാ ലിൽഇത്തിബാഇ നം ഇൻ ത്വാല വഖഫ അല സാബിയത്തി വബുഹിസ അന്ന മുഅ്തീദൽ ആന മിനൻ നുസൂലി ഫിൽ ഖുത്ബത്തി സാനിയത്തി ലാ ദറജത്തിൻ സുഫലാ സുമ്മൽ അഉദു ബിദ്അത്തുൻ ഖബീഹത്തുൻ ശനിഅത്തുൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. തുഹഫയിലാണ്. ഓ മഹല്ലി മുർത്തഫീൻ. അപ്പോൾ ചുരുക്കത്തിൽ ഈ മിമ്പറിൻ്റെ ചരിത്രവും വർത്തമാനവും ഒക്കെ എന്തായാലും ചരിത്രം ഇങ്ങനെയാണ്, വർത്തമാനം എന്തായാലും. അപ്പോൾ വേണ്ടത് ആ ഇത്തിബാ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് എന്ത് ചെയ്തത്. ഇനി ഈ മിമ്പർ ഇല്ലാത്ത ടൈമിലാണെങ്കിൽ തന്നെയും ഉയർന്ന സ്ഥലത്ത് നിന്നിട്ട് എന്ത് ചെയ്യണം, ഇതാണ്. അതല്ലെങ്കിൽ അതും ഇല്ലാതാക്കപ്പെട്ടാലോ ഫൈൻ ഫുഖിദ ഇസ്തനദിൽ നഹവി ഖശബത്തിൻ വല്ല മരത്തഴുടെ ചാരി നിട്ടെങ്കിലും അത് ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്.